കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ജാവയിലൊക്കെ വരുന്നതാണ്. ഫംഗ്ഷൻ എന്ന കോൺസെപ്റ്റിനകത്താണ് വരുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ലാർജ് അതായത് മോഡ്യൂൾസിനെ ലാർജ് പ്രോഗ്രാംസിനെ സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാൾ ബൈ വാല്യൂ ഉണ്ട്, കാൾ ബൈ റെഫറൻസ് ഉണ്ട്. ഈ കാൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കാൾ ബൈ വാല്യൂ ഇത് അതിനു മുമ്പ് നമ്മൾ അതിനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോമൽ പാരാമീറ്റേഴ്സും നോക്കുക. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ വിളിക്കുന്ന വാല്യൂസ് പാരാമീറ്ററായിട്ട് വിളിക്കുന്നതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫോമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വിളിക്കുന്നതാണ് ഫോമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കാൾ ബൈ വാല്യൂ കാൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ വാല്യൂ ഫംഗ്ഷൻ കോളിങ്ങിലൂടെ പാസ് ചെയ്യുന്നതാണ് കാൾ ബൈ വാല്യൂ. ഓണായിട്ടൊരു കോപ്പി ആർഗ്യുമെൻറ്റ്സ് ക്രിയേറ്റ് ആവും. ദെൻ കാൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് പാസ്സാവും. അവിടെ നമുക്ക് വാല്യൂ എന്ത് ചെയ്യുന്നറിയോ, മെയിൻ ഫംഗ്ഷനകത്ത് റിഫ്ലക്റ്റ് ആവും. ഈ കോൾ ബൈ വാല്യൂവിൽ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടെങ്കിലും ഡു നോട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ അൾട്ടർ ഇൻ ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനകത്ത് അത് എന്ത് ചെയ്യാറില്ല, ഡിസ്പ്ലേ ആവാറില്ല. ദെൻ കാൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ എന്താവും, അൾട്ടർ ആവും.